എല്ലാവർക്കും സ്ലേറ്റ് ആൻഡ് പെൻസിലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ലാംഗ്വേജ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണ്? നമ്മൾ വ്യക്തികൾ തമ്മിൽ പരസ്പരം ആശയവിനിമയം നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലാംഗ്വേജ് ഉപയോഗിക്കുന്നത്. ഇവിടെ നമുക്ക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് പഠിക്കാനുള്ളത്. എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഈസ് എ കമ്പ്യൂട്ടർ ലാംഗ്വേജ് ദാറ്റ് ഈസ് യൂസ്ഡ് ബൈ ദി പ്രോഗ്രാമേഴ്സ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് കമ്പ്യൂട്ടേഴ്സ്. കമ്പ്യൂട്ടറായിട്ട് ഡെവലപ്പേഴ്സിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ ലാംഗ്വേജ് ആണെന്ത്? പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഹ്യൂമൻ ബീയിങ്സ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമ്മൾ സാധാ ലാംഗ്വേജ് ഉപയോഗിക്കും. അതുപോലെ നമുക്ക് കമ്പ്യൂട്ടറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. കമ്പ്യൂട്ടറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കമ്പ്യൂട്ടർ ലാംഗ്വേജ് ആണ് ശരിക്കും പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് റിട്ടൺ ഇൻ എനി സ്പെസിഫിക് ലാംഗ്വേജ് ടു പെർഫോം എ സ്പെസിഫിക് ടാസ്ക്. ഇത് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പറഞ്ഞാൽ എന്താണ്? അതിൽ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും. അത് നമ്മൾ എന്തെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടാണ് അല്ലേ C++, ജാവ, പൈത്തൺ തുടങ്ങിയ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുക? നമ്മൾ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷനെ എഴുതുക. അത് എന്തിനു വേണ്ടിയിട്ടാണ്? എന്തെങ്കിലും ഒരു സ്പെസിഫിക് ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ എന്തൊക്കെ ഉണ്ടാവും? സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും. ആ ഇൻസ്ട്രക്ഷൻ നമ്മൾ എഴുതുക എന്താണ്? സിയോ, C++, ജാവയോ, പൈത്തണോ തുടങ്ങിയ ലാംഗ്വേജുകൾ ഉപയോഗിച്ചിട്ടാണ്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? എന്തെങ്കിലും ഒരു സ്പെസിഫിക് ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കമ്പ്യൂട്ടറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി അല്ലേ, കമ്പ്യൂട്ടറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കമ്പ്യൂട്ടർ ലാംഗ്വേജ് ആണ് ശരിക്കും പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് പ്രോഗ്രാമേഴ്സ് അല്ലെ ഡെവലപ്പേഴ്സ് ആണ് എന്ത് ചെയ്യുക? അത് കൂടുതലായിട്ട് ഉപയോഗിക്കാം. അതായത് നമ്മളൊരു പ്രോഗ്രാം ചെയ്യുന്ന ആളാണ് നമ്മൾ എന്താ പറയുക? പ്രോഗ്രാമർ അല്ലെങ്കിൽ ഡെവലപ്പർ എന്ന് പറയാം. നമുക്ക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമുക്ക് രണ്ട് കാറ്റഗറിയാക്കി തിരിക്കാം. ഒന്ന് ലോ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്നും ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്നും. ആദ്യത്താണ് ലോ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ലോ ലെവൽ ലാംഗ്വേജ് ഈസ് മെഷീൻ ഡിപ്പെൻഡൻറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഇപ്പോൾ ലോ ലെവൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് മെഷീൻ ഡിപ്പെൻഡൻറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അതായത് നമ്മളൊരു കമ്പ്യൂട്ടറിൽ പ്രോഗ്രാം എഴുതി കഴിഞ്ഞാൽ അത് ആ കമ്പ്യൂട്ടറിൽ മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് മറ്റൊരു കമ്പ്യൂട്ടറിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്കത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല. അതാണ് മെഷീൻ ഡിപ്പെൻഡൻറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പം ലോ ലെവൽ ലാംഗ്വേജ് ഒക്കെ എന്താണ്? മെഷീൻ ഡിപ്പെൻഡൻ്റ് ആണ്. അതായത് ഹാർഡ്വെയറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇത് മെഷീൻ ഡിപ്പെൻഡൻ്റ് ആണ്. ലോ ലെവൽ ലാംഗ്വേജസ് ഫർദർ ഡിവൈഡ് ഇൻറ്റു ടു പാർട്ട്. നമുക്ക് ലോ ലെവൽ ലാംഗ്വേജ് നമുക്ക് വീണ്ടും ക്ലാസിഫൈ ചെയ്ത് രണ്ട് കാറ്റഗറി ആക്കി തിരിക്കുക. അതാണെന്ത്? ഒന്ന് മെഷീൻ ലാംഗ്വേജും മറ്റൊന്ന് അസംബ്ലി ലാംഗ്വേജും. ഇപ്പം ലോ ലെവൽ ലാംഗ്വേജിന് രണ്ട് കാറ്റഗറി ഉണ്ട്. ഒന്ന് മെഷീൻ ലാംഗ്വേജും മറ്റൊന്ന് അസംബ്ലി ലാംഗ്വേജും. അത് നമുക്ക് മെഷീൻ ലാംഗ്വേജ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മളുടെ കമ്പ്യൂട്ടറിൻ്റെ ഫണ്ടമെൻ്റൽ ലാംഗ്വേജ് ആണ് ശരിക്കും മെഷീൻ ലാംഗ്വേജ്. ഒരു കമ്പ്യൂട്ടറിൻ്റെ ഫണ്ടമെൻ്റൽ ലാംഗ്വേജ് ആണെന്ത്? മെഷീൻ ലാംഗ്വേജ്. അതായത് കമ്പ്യൂട്ടറിന് അറിയാവുന്ന ആകെ ഒരു ഭാഷയുള്ളൂ, അത് എന്താണ്? മെഷീൻ ലാംഗ്വേജ് മാത്രമാണ്. ഈ മെഷീൻ ലാംഗ്വേജിൽ നമ്മൾ ഇൻസ്ട്രക്ഷൻസൊക്കെ 0ൻ്റെയും 1ൻ്റെയും കോമ്പിനേഷനായിട്ടാണ് എന്ത് ചെയ്യുക? നമ്മൾ എഴുതുക. അപ്പം ഇവിടെ എന്ത് ഇൻസ്ട്രക്ഷൻ എഴുതുകയാണെങ്കിലും അത് 0യുടെയും 1ൻ്റെയും കോമ്പിനേഷനായിട്ടാണ് എഴുതുക. അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ ഫണ്ടമെൻ്റൽ ലാംഗ്വേജ് ആണെന്ത്? മെഷീൻ ലാംഗ്വേജ്. കമ്പ്യൂട്ടറിന് ഡയറക്റ്റ് ആയിട്ട് മനസ്സിലാവുന്ന ഒരേ ഒരു ലാംഗ്വേജ് മാത്രമേ ഉള്ളൂ, അത് മെഷീൻ ലാംഗ്വേജ് ആണ്. അല്ലാതെ നമ്മളുടെ ഇംഗ്ലീഷോ മലയാളമോ ഹിന്ദിയോ തമിഴോ ഒരു ലാംഗ്വേജും കമ്പ്യൂട്ടറിന് അറിയില്ല. അപ്പം കമ്പ്യൂട്ടറിന് ഡയറക്റ്റ് ആയിട്ട് മനസ്സിലാവുന്ന ഒരേ ഒരു ലാംഗ്വേജ് മാത്രമേ ഉള്ളൂ, അതാണെന്ത്? മെഷീൻ ലാംഗ്വേജ്. മെഷീൻ ലാംഗ്വേജ് ഈസ് എ ടൈപ്പ് ഓഫ് ലോ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഒരു ലോ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ ടൈപ്പ് ആണെന്ത്? മെഷീൻ ലാംഗ്വേജ്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് എസ് മെഷീൻ കോഡ് ഓർ ഒബ്ജക്റ്റ് കോഡ്. മെഷീൻ ലാംഗ്വേജിനെ നമുക്ക് വിളിക്കാവുന്ന മറ്റ് രണ്ട് പേരുകളാണ് മെഷീൻ കോഡ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് കോഡ്. ഇറ്റ് ഡസ് നോട്ട് റിക്വയർ എ ട്രാൻസ്ലേറ്റർ ടു കൺവേർട്ട് ദി പ്രോഗ്രാം ബിക്കോസ് കമ്പ്യൂട്ടേഴ്സ് ഡയറക്റ്റ്ലി അണ്ടർസ്റ്റാൻഡ് ദി മെഷീൻ ലാംഗ്വേജ് പ്രോഗ്രാംസ്. അപ്പം മെഷീൻ ലാംഗ്വേജ് ഉപയോഗിക്കുമ്പോൾ ഒരു ട്രാൻസ്ലേറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല. കാരണം ഇവിടെ എന്താണ്? നമ്മളിപ്പോൾ വേറൊരു ലാംഗ്വേജ് ഇതിലേക്ക് എന്ത് ചെയ്യേണ്ട? ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട. കാരണം എന്താണ്? കമ്പ്യൂട്ടറിന് ഡയറക്റ്റ് ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ആണിത് മെഷീൻ ലാംഗ്വേജ്. അതുകൊണ്ട് എന്താ ഇവിടെ ട്രാൻസ്ലേറ്ററിൻ്റെ ആവശ്യങ്ങളൊന്നുമില്ല. അതായത് ഇപ്പം നമ്മളിപ്പോൾ വേറെ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളതിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇപ്പം ഇംഗ്ലീഷ് അറിയുന്ന ഒരാളും മലയാളം അറിയുന്ന ഒരാളുണ്ടെങ്കിൽ അപ്പം ഇംഗ്ലീഷ് അറിയുന്ന ആൾക്ക് മനസ്സിലാണെങ്കിൽ എന്ത് ചെയ്യണം? മലയാളം അറിയുന്ന ആൾ
എന്ത് ചെയ്യണം, അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെയാണ് എന്ത് കമ്പ്യൂട്ടറിൻ്റെ കേസിലും. കമ്പ്യൂട്ടറിന് ആകെ മെഷീൻ ലാംഗ്വേജ് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ നമ്മൾ വേറെ എന്ത് ലാംഗ്വേജിൽ എഴുതിയാലും എന്ത് ചെയ്യണം, അത് മെഷീൻ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ മെഷീൻ ലാംഗ്വേജ് ഉപയോഗിക്കുമ്പോൾ എന്താണ്, അതിനൊരു ട്രാൻസ്ലേറ്ററിൻ്റെ ആവശ്യമില്ല. ദി മെഷീൻ ലാംഗ്വേജ് ഹെൽപ്സ് ദി പ്രോഗ്രാമർ ടു എക്സിക്യൂട്ട് ദി പ്രോഗ്രാം ഫാസ്റ്റർ ദാൻ ദി ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അപ്പോൾ ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനേക്കാളും ഫാസ്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും ഈ ഒരു മെഷീൻ ലാംഗ്വേജ് ഉപയോഗിക്കുമ്പോൾ. അപ്പോൾ മെഷീൻ ലാംഗ്വേജിൽ പ്രോഗ്രാം ചെയ്താൽ നമുക്ക് ഫാസ്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ കമ്പയർ ചെയ്യുമ്പോൾ. കാരണം എന്താണ്, ഇവിടെ ട്രാൻസ്ലേറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ എന്താണ്, കമ്പ്യൂട്ടറിന് ഡയറക്റ്റായിട്ട് മനസ്സിലാവുകയും ചെയ്യും. അതുകൊണ്ട് എന്താണ്, പെട്ടെന്ന് എന്ത് ചെയ്യും, നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാനും പറ്റും. അപ്പം മെഷീൻ ലാംഗ്വേജ് ആണ് ഒരു ടൈപ്പ് ലോ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. മെഷീൻ കോഡ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് കോഡ് എന്നറിയപ്പെടുന്നുണ്ട്. ഇവിടെ ട്രാൻസ്ലേറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല. അതുപോലെ എന്താണ്, ഇവിടെ ഫാസ്റ്റായിട്ട് നമുക്ക് ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എക്സിക്യൂട്ട് ചെയ്യുന്നതിനേക്കാളും ഫാസ്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ കുറച്ച് അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റത്തെ അഡ്വാൻറ്റേജ് ആണെന്ത്, ട്രാൻസ്ലേഷൻ ഫ്രീ. അതായത് ഇവിടെ എന്തായാലും നമ്മൾ മെഷീൻ ലാംഗ്വേജിൽ പ്രോഗ്രാം ചെയ്യുമ്പോൾ എന്താ, ഒരു ട്രാൻസ്ലേറ്ററിൻ്റെ ആവശ്യമില്ല അല്ലേ, നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട ഒരാവശ്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ട്രാൻസ്ലേഷൻ ഫ്രീ എന്ന് പറയുന്നത്. പിന്നെ എന്താണ്, ഹൈ സ്പീഡ്. അതായത് കമ്പ്യൂട്ടറിന് ഡയറക്റ്റായിട്ട് മനസ്സിലാവുന്ന ലാംഗ്വേജ് ആണെന്ത്, മെഷീൻ ലാംഗ്വേജ്. അപ്പോൾ മെഷീൻ ലാംഗ്വേജിൽ പ്രോഗ്രാം ചെയ്തുമ്പോൾ എന്താണ്, അത് ഫാസ്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അതാണ് ഹൈ സ്പീഡ് എന്ന് പറഞ്ഞ പോയിന്റ് കൊണ്ട് ഉദ്ദേശിച്ചത്. ഇനി അതിൻ്റെ കുറച്ച് ഡിസ്അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഒന്നാണ് മെഷീൻ ഡിപ്പെൻഡൻറ്റ്. അതായത് നമ്മൾ ഒരു മെഷീൻ ലാംഗ്വേജിൽ ഒരു പ്രോഗ്രാം എഴുതി കഴിഞ്ഞാൽ അത് ഏത് സിസ്റ്റത്തിലാണോ ഏത് കമ്പ്യൂട്ടറാണോ നമ്മൾ എഴുതുന്നത് അതിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് നമുക്ക് വേറൊരു സിസ്റ്റത്തിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയില്ല. അപ്പം മെഷീൻ ഡിപ്പെൻഡൻറ്റ്. അടുത്താണ് കോംപ്ലക്സ് ലാംഗ്വേജ് ഫോർ പ്രോഗ്രാമിംഗ്. അപ്പം മെഷീൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ എല്ലാം 1ൻ്റെയും 0ൻ്റെയും ഒക്കെ കോമ്പിനേഷനാണ്. അപ്പോൾ അത് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. അതുകൊണ്ടാണ് കോംപ്ലക്സ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണത് നമുക്കത് ഓർത്ത് വെക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്ത് ഇൻസ്ട്രക്ഷൻ ആണെങ്കിലും എന്താണ്, അത് 1ൻ്റെയും 0ൻ്റെയും കോമ്പിനേഷൻ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഓർത്ത് വെക്കാനും എല്ലാം കൊണ്ട് ബുദ്ധിമുട്ടാണ് ഇത് കോംപ്ലക്സ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. പിന്നെ എറർ പ്രോൺ. ഇപ്പോൾ എറേഴ്സ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതായത് എല്ലാം 1ൻ്റെയും 0ൻ്റെയും കോമ്പിനേഷൻ ആയതുകൊണ്ട് ഏതെങ്കിലും ഒരു 1ഓ 0യോ ഒന്ന് അങ്ങോട്ടോ മാറിയാൽ എന്തായി, ആ മൊത്തം കൺസെപ്റ്റ് മാറിപ്പോൾ. അപ്പോൾ എറർ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ എന്താണ്, ടൈം കൺസ്യൂമിംഗ് ആണ്. ഈ മെഷീൻ ലാംഗ്വേജ് കുറച്ചുകൂടി ടൈം കൺസ്യൂമിംഗ് ആണ്. അതായത് ഇപ്പം എന്താണ്, നമ്മളിപ്പം ഒരു മെഷീൻ ലാംഗ്വേജിൽ പ്രോഗ്രാം എഴുതണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഹാർഡ്വെയറിൻ്റെ ഡീറ്റെയിൽസ് മൊത്തം നമുക്ക് അറിയണം. അതുപോലെ തന്നെ എന്താണ്, നമുക്ക് ഒരു വ്യക്തമായിട്ട് ഇതിൽ നല്ല എക്സ്പേർട്ടായ ഒരാൾക്ക് മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മെഷീൻ ലാംഗ്വേജിൽ പ്രോഗ്രാം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് എന്താണ്, ആ പ്രോഗ്രാം ചെയ്തെടുക്കാൻ ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. അതുകൊണ്ടാണിത് ടൈം കൺസ്യൂമിംഗ് ആണെന്ന് പറയുന്നത്. ഇനി നമുക്ക് അസംബ്ലി ലാംഗ്വേജ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ലോ ലെവൽ ലാംഗ്വേജ് 2 ടൈപ്പാണുള്ളത്. ഒന്ന് മെഷീൻ ലാംഗ്വേജും ഉണ്ട്, അതുപോലെ തന്നെ അസംബ്ലി ലാംഗ്വേജും ഉണ്ട്. അസംബ്ലി ലാംഗ്വേജ് ഈസ് ഓൾസോ എ ടൈപ്പ് ഓഫ് ലോ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ദാറ്റ് ഈസ് ഡിസൈൻഡ് ഫോർ സ്പെസിഫിക് പ്രോസസ്സേഴ്സ്. അപ്പം പ്രോസസ്സേഴ്സിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ലോ ലെവൽ ലാംഗ്വേജ് ആണെന്ന് ശരിക്കും അസംബ്ലി ലാംഗ്വേജ്. സ്പെസിഫിക് പ്രോസസ്സേഴ്സിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ലോ ലെവൽ ലാംഗ്വേജ് ആണ് ശരിക്കും അസംബ്ലി ലാംഗ്വേജ്. ഇറ്റ് റെപ്രസെൻറ്റ് ദി സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഇൻ എ സിംബോളിക് ആൻഡ് ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡബിൾ ഫോം. അപ്പോൾ നമ്മൾ മെഷീൻ ലാംഗ്വേജ് ഉപയോഗിക്കുമ്പം അവിടെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ 1ൻ്റെയും 0ൻ്റെയും കോമ്പിനേഷൻ ആയിട്ടാണ് എന്ത് ചെയ്യുക, എഴുതുക. എന്നാൽ ഇവിടെ അതൊരു സിംബോളിക് രൂപത്തിലാണ് എന്ത് ചെയ്യുക, സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷനെ റെപ്രസെൻറ്റ് ചെയ്യുക. അതായത് ആഡ്, ADD, മൾട്ടിപ്ലിക്കേഷൻ്റെ മള്ള്, ഡിവിഷൻ്റെ ഡിവ്, അങ്ങനെ കുറച്ച് സിംബോളിക് നൊട്ടേഷൻ ആയിട്ടാണ് എന്ത് ചെയ്യുക ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്താണ്, മനുഷ്യന്മാർക്ക് കുറച്ചുകൂടിയും ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇവിടെ ഇൻസ്ട്രക്ഷനെ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്ന സിംബോളിക് ഫോമിലാണ്. അതിന് നമുക്ക് ന്യൂമോണിക്സ് എന്ന് പറയും. ആ സിംബോളിക് ഫോമിനെ ന്യൂമോണിക്സ് എന്ന് കൂടെ പറയും. ഇറ്റ് യൂസസ് ആൻ അസംബ്ലർ ടു കൺവേർട്ട് ദി അസംബ്ലി ലാംഗ്വേജ് ടു മെഷീൻ ലാംഗ്വേജ്. അപ്പോൾ നമ്മൾ അസംബ്ലി ലാംഗ്വേജ് ഉപയോഗിച്ചിട്ട് ഒരു പ്രോഗ്രാം എഴുതുകയാണെങ്കിൽ അതിനെ കമ്പ്യൂട്ടറിന് ഡയറക്റ്റായിട്ട് മനസ്സിലാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ട്രാൻസ്ലേറ്റർ പ്രോഗ്രാം ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും, അതിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റും. അങ്ങനെ മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റുന്ന ആ ട്രാൻസ്ലേറ്റർ പ്രോഗ്രാം എന്ന് പറയുന്ന പേരാണെന്ത്, അസംബ്ലർ. നമ്മൾ അസംബ്ലി ലാംഗ്വേജിൽ ഒരു പ്രോഗ്രാം എഴുതി കഴിഞ്ഞാൽ അതിനെ കമ്പ്യൂട്ടറിന് ഡയറക്റ്റായിട്ട് മനസ്സിലാവില്ല. കമ്പ്യൂട്ടറിന് ഡയറക്റ്റായിട്ട് മനസ്സിലാവുന്ന ഒരേ ഒരു ലാംഗ്വേജേ ഉള്ളൂ, അത് മെഷീൻ ലാംഗ്വേജ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും,
ആ അസംബ്ലി ലാംഗ്വേജ് എഴുതിയ പ്രോഗ്രാമിനെ ഒരു ട്രാൻസ്ലേറ്റർ പ്രോഗ്രാം ഉപയോഗിച്ചിട്ട് മെഷീൻ ലാംഗ്വേജിലേക്ക് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യും. അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ട്രാൻസ്ലേറ്ററിൻ്റെ പേരാണിത് അസംബ്ലർ. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് യൂസ്. അപ്പോൾ നമുക്ക് മെഷീൻ ലാംഗ്വേജിനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്, ഇത് നമുക്ക് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അതായത് ഇപ്പോൾ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ആഡ്, സബ്, മള്ള്, മൂവ് അങ്ങനത്തെ ന്യൂമോണിക്സ് ആയിട്ടാണ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇത് കുറച്ചുകൂടി സ്പീഡാണ്. അതായത് മെഷീൻ ലാംഗ്വേജിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി സ്പീഡാണ്. ഇനി ഇതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാണെന്ത്, മെഷീൻ ഡിപ്പെൻഡൻറ്റ്. അതായത് ഇത് ഒരു ടൈപ്പ് ഓഫ് ലോ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഇപ്പോൾ ലോ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ ഒരു പ്രശ്നം എന്താണ്, മെഷീൻ ഡിപ്പെൻഡൻ്റ് ആണ്. അതായത് എന്താണ്, നമ്മളൊരു സിസ്റ്റത്തിൽ പ്രോഗ്രാം എഴുതി കഴിഞ്ഞാൽ അത് അതിൽ മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഡിഫിക്കൽട്ട് ലേൺ ആണ്. ഒരു മെഷീൻ ഒരു ടൈപ്പ് ഓഫ് ലോ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയതുകൊണ്ടാണ് നമുക്ക് മറ്റ് ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ കമ്പയർ ചെയ്യുമ്പോൾ അത് നമുക്ക് പഠിച്ചെടുക്കാൻ കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ്. പിന്നെ സ്ലോ പ്രോഗ്രാം ഡെവലപ്മെൻറ്റ് ടൈം. അതായത് മെഷീൻ ലാംഗ്വേജ് പോലെ തന്നെ നമുക്ക് എന്താണ്, ഇത് മെഷീൻ ലാംഗ്വേജ് ആയിട്ട് കുറച്ചുകൂടി സിമിലർ ആയിട്ടുള്ള ലാംഗ്വേജ് ആണിത് അസംബ്ലി ലാംഗ്വേജ്. അപ്പോൾ നമുക്ക് എന്താണ്, പ്രോഗ്രാം ചെയ്തെടുക്കാൻ കുറച്ച് സമയം കൂടുതൽ വേണം. അതായത് നമ്മൾ ഹൈ ലെവൽ ലാംഗ്വേജ് ഒക്കെ ഉപയോഗിച്ച് നമ്മൾ പ്രോഗ്രാം ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പ്രോഗ്രാം ചെയ്യാൻ പറ്റും. എന്നാൽ അതിനൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഡെവലപ്മെൻറ്റ് ടൈം വളരെ സ്ലോ ആണ്. നമ്മൾ ലോ ലെവലിൽ രണ്ട് ടൈപ്പാണ് കണ്ടത്. ഒന്ന് മെഷീൻ ലാംഗ്വേജും അതുപോലെ തന്നെ അസംബ്ലി ലാംഗ്വേജും. ഇപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ ഫണ്ടമെൻ്റൽ ലാംഗ്വേജ് ആണ് മെഷീൻ ലാംഗ്വേജ്. ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അവിടെ 1 0 കോമ്പിനേഷൻ ആയിട്ടാണ് എഴുതുക. അപ്പോൾ മെഷീൻ ലാംഗ്വേജിന് ട്രാൻസ്ലേറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്നാൽ അസംബ്ലി ലാംഗ്വേജിൻ്റെ കേസിൽ അസംബ്ലി ലാംഗ്വേജ് സ്പെസിഫിക് പ്രോസസ്സേഴ്സിന് വേണ്ടിയിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് സിംബോളിക് ഫോമിലാണ്. അതിനാണ് നമ്മൾ ന്യൂമോണിക്സ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ അസംബ്ലി ലാംഗ്വേജ് എഴുതുന്ന പ്രോഗ്രാമിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ട്രാൻസ്ലേറ്റർ ഉപയോഗിക്കുന്നത്. അതിൻ്റെ പേരാണെന്ത്, അസംബ്ലർ. ഇനി നമുക്ക് ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്താണെന്ന് നോക്കാം. ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഈസ് ഡിസൈൻഡ് ഫോർ ഡെവലപ്പിംഗ് യൂസർ ഫ്രണ്ട്ലി സോഫ്റ്റ്വെയർ പ്രോഗ്രാംസ് ആൻഡ് വെബ്സൈറ്റ്. അതായത് നമുക്ക് സോഫ്റ്റ്വെയർ പ്രോഗ്രാംസും വെബ്സൈറ്റ് ഒക്കെ ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണെന്ത്, ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അതായത് യൂസർ ഫ്രണ്ട്ലി സോഫ്റ്റ്വെയർസും വെബ്സൈറ്റ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണെന്ത്, ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. This programming language requires a compiler or interpreter to translate the program into machine language. അതായത് ഈ ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമ്മളെ കമ്പ്യൂട്ടറിന് ഡയറക്റ്റ് ആയിട്ട് മനസ്സിലാവില്ല. കമ്പ്യൂട്ടറിന് ഡയറക്റ്റ് ആയിട്ട് മനസ്സിലാവുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉള്ളൂ, അത് മെഷീൻ ലാംഗ്വേജ് ആണ്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ചെയ്യുന്ന കോഡിനെ നമുക്ക് മെഷീൻ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് രണ്ട് പ്രോഗ്രാംസ് ആണ് ഉപയോഗിക്കുക. ഒന്ന് കമ്പൈലർ എന്നൊരു പ്രോഗ്രാമും അതുപോലെ തന്നെ ഇൻ്റർപ്രറ്റർ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമും. അപ്പം കമ്പൈലർ എന്ന് പറഞ്ഞ പ്രോഗ്രാമും ഇൻ്റർപ്രറ്റർ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ലേറ്റർ പ്രോഗ്രാം ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുക, നമ്മൾ ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ എഴുതിയ ഇൻസ്ട്രക്ഷനെ അല്ലെങ്കിൽ കോഡിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഇൻക്ലൂഡ്സ് പൈത്തൺ, ജാവ, ജാവാസ്ക്രിപ്റ്റ്, PHP, C#, C++, then COBOL, Perl, Pascal, Lisp, Fortran, Swift പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അപ്പോൾ ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഒരുപാടുണ്ട്. പൈത്തൺ, ജാവ, ജാവാസ്ക്രിപ്റ്റ്, PHP, C#, C++, അങ്ങനെ ഒരുപാട് ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉണ്ട്. ഈ ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാണെന്ത്, ഈസി ടു യൂസ് ആൻഡ് അണ്ടർസ്റ്റാൻഡ്. അതായത് ഹ്യൂമൻ റീഡബിൾ ഫോമിലാണ് അല്ലേ. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ എഴുതാം. ഇപ്പോൾ സീലൊക്കെ ആണെങ്കിൽ പ്രിൻ്റ് അല്ലെങ്കിൽ സ്കാനഫ് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദെൻ മെഷീൻ ഇൻഡിപെൻഡൻ്റ് ആണ്. നമ്മളൊരു കമ്പ്യൂട്ടറിൽ പ്രോഗ്രാം എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് വേറൊരു കമ്പ്യൂട്ടറിൽ കൊണ്ടുപോയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. നമ്മളൊരു കമ്പ്യൂട്ടർ ലാബിൽ ഒരു പ്രോഗ്രാം എഴുതി, ആ പ്രോഗ്രാമിനെ നമ്മളുടെ വീട്ടിലെ സിസ്റ്റത്തിൽ കൊണ്ടുവന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ദെൻ ഡീബഗിങ് ഈസ് ഈസി. അതായത് നമുക്ക് എററൊക്കെ വന്നാൽ നമുക്ക് കണ്ടുപിടിക്കാൻ ഭയങ്കര ഈസിയാണ്. അതിൻ്റെ കുറച്ച് ഡിസ്അഡ്വാൻറ്റേജസ് പറഞ്ഞാൽ പുവർ കൺട്രോൾ ഓൺ ഹാർഡ്വെയർ. അതായത് നമ്മളിപ്പോൾ ഒരു ലോ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ച് നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ നമുക്ക് ഹാർഡ്വെയറിനെ കുറിച്ചുള്ള ഒരു ഡീപ്പ് നോളജ് ഉണ്ടാവും. എന്നാൽ ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഇവിടെ ഹാർഡ്വെയറിനെ ഡിപ്പെൻഡ് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് ഹാർഡ്വെയറിനെ കുറിച്ചുള്ള നോളജ് വളരെ കുറവായിരിക്കും. ദെൻ സ്ലോ എക്സിക്യൂഷൻ. ഇവിടെ എക്സിക്യൂഷൻ കുറച്ചുകൂടി സ്ലോ ആണ്. കാരണം എന്താണ്, നമുക്ക് ഇതിനെ ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നിന്ന് മെഷീൻ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം. അതുകൊണ്ട് എന്താണ് ഇവിടെ എക്സിക്യൂഷൻ സ്ലോ ആണ്.
അപ്പോൾ ഹൈ ലെവൽ ലാംഗ്വേജ് എന്തിനാണ്? ഹൈ ലെവൽ ലാംഗ്വേജ് സോഫ്റ്റ്വെയർ പ്രോഗ്രാംസും വെബ്സൈറ്റൊക്കെ ഡെവലപ്പ് ചെയ്യാനാണ് ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അപ്പോൾ ഇവിടെ കമ്പൈലർ അല്ലെങ്കിൽ ഇൻ്റർപ്രറ്റർ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ലേറ്റർ പ്രോഗ്രാം ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുക, ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നിന്ന് മെഷീൻ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. എക്സാമ്പിൾസ് ആണ് പൈത്തൺ, ജാവ, PHP, C#, C++, പാസ്കൽ, ഫോർട്രാൻ, കൊബോൾ എന്ന ലാംഗ്വേജസ് ഒക്കെ.